എല്ലാവർക്കും സ്വന്തം ജീവിതത്തിൽ ചില പുസ്തകങ്ങൾ സ്വപ്നം പോലെ തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള നോവൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടാണ്. ഈ പുസ്തകം വായിക്കുന്നത് ഒരു കഥ വായിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇത് ജീവിതത്തിൻ്റെ വാസ്തവതയിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഒരു യാത്രയാണ്. പുസ്തകം നമ്മോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ജീവിക്കുന്നത്? നീ ആരെ പ്രിയപ്പെടുന്നു? നിന്റെ ജീവിതത്തിൽ നീ എന്തിനു പോരാടുന്നു? നോവലിൻ്റെ മുഖ്യ കഥാപാത്രം ഒരുപാട് സാധാരണ ആളുകളെ പോലെ തന്നെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്നു. പക്ഷേ അവളുടെ ഡിസിഷൻസ്, അവളുടെ ഇൻറ്റേർണൽ സ്ട്രഗിൾസ്, അവളുടെ ഇമോഷണൽ ഗ്രോത്ത് എല്ലാം നമ്മളെ ഡീപ്ലി റിഫ്ലക്റ്റ് ചെയ്യാൻ ഇടയാക്കുന്നു. ഈ നോവൽ പറയുന്നത് സ്നേഹം എളുപ്പമുള്ള ഒന്നല്ല എന്ന്. സ്നേഹം ചിലപ്പോൾ വേദന, ഭയം, സംശയം എന്നിവയുമായി ഒരുമിച്ച് വരുന്നു. പക്ഷേ അത് നമ്മെ വളർത്തുന്ന ഒരു ശക്തിയാണ്. നാം പലപ്പോഴും നമ്മുടെ മനസ്സിലെ ഭയം മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ നോവൽ നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയത്തിലെ സത്യങ്ങൾ മറക്കരുത്. അവയെ ഏറ്റെടുക്കൂ, അവയിൽ നിന്ന് വളരൂ. നോവൽ നമ്മോട് പഠിപ്പിക്കുന്നത് വളരെ പ്ലെയിൻ യെറ്റ് പ്രൊഫൗണ്ട് ലൈഫ് ലെസൺസ് ആണ്. സെൽഫ് ലവ് ഈസ് എസെൻഷ്യൽ. നാം തന്നെ പ്രിയപ്പെടണം. മറ്റാരും നമ്മളെ ഫുള്ളി വാലിഡേറ്റ് ചെയ്യില്ല. ചോയ്സസ് ഡിഫൈൻ അസ്. ഓരോ ഡിസിഷനും നമ്മെ ഉണ്ടാക്കുന്നു. ഗ്രോത്ത് കംസ് ഫ്രം സ്ട്രഗിൾ. നാം ഭയത്തിൻ്റെയും ചാലഞ്ചസിൻ്റെയും മുഖം നോക്കി മുന്നോട്ട് പോയാൽ നമ്മൾ ശക്തരാകും. നമ്മളെ ഭയപ്പെടുത്തുന്ന എക്സ്റ്റേണൽ ഒബ്സ്റ്റക്കിൾസ് അല്ല, നമ്മുടെ ഇൻറ്റേർണൽ ഡൗട്ട്സ് ആണ് നമ്മെ മോസ്റ്റ് ഹിൻഡർ ചെയ്യുന്നത്. ഈ നോവൽ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതത്തിലൂടെ അത് കാണിക്കുന്നു. നമുക്ക് മനസ്സിലാകുന്നു, സ്ട്രെങ്ത് ഡസൻറ്റ് മീൻ നെവർ ബീയിങ് ഹേർട്ട്. ഇറ്റ് മീൻസ് റൈസിങ് അഗെയിൻ ആൻഡ് മൂവിങ് ഫോർവേഡ്. പുസ്തകത്തിൻ്റെ ഏറ്റവും ഇമോഷണൽ പാർട്ടാണ് നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രഗിൾസ് ആൻഡ് റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. നാം സ്നേഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ ട്രസ്റ്റ് ചെയ്യാൻ, അതേസമയം നമ്മുടെ സെൽഫ് വർത്ത് നിലനിർത്താൻ പഠിക്കണം. നോവൽ നമ്മോട് പറയുന്നത്, നിന്റെ ഡിസിഷൻസ്, നിന്റെ ബൗണ്ടറീസ്, നിന്റെ സെൽഫ് റെസ്പെക്റ്റ് നിനക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഇതിൽ ഓരോ പേജും ഓരോ സീൻസും നമ്മുടെ ഇച്ഛാശകളും ആസ്പിറേഷൻസും ഫിയറുകളും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു സിമ്പിൾ ലവ് സ്റ്റോറി അല്ല. ഇതൊരു സെൽഫ് ഡിസ്കവറി, ഇമോഷണൽ ഗ്രോത്ത്, ലൈഫ് ലെസൺ ജേണിയാണ്. നോവൽ നമ്മോട് പറയുന്നത്, നീ ഒരുപാട് സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യും. നീ പിഴച്ചു പോവുകയും ചെയ്യും. പക്ഷേ അവിടെ നിന്നും നീ വലിയ ഡിസിഷൻസ് എടുക്കുകയും നീ വളരുകയും നീ ഉയരുകയും ചെയ്യും. നിന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ഡിസിഷൻസ്, നിന്റെ സെൽഫ് വർത്ത്, നിന്റെ ഇന്നർ സ്ട്രെങ്തിനെ നിലനിർത്താൻ നീ ഒരിക്കൽ ഡിസിഷൻ എടുക്കണം. നോവൽ അവസാനിക്കുന്നത് നമ്മോട് ഒരേ സന്ദേശം നൽകുന്നു. നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ഹൃദയം, നിന്റെ ഡിസിഷൻസ്, നിന്റെ നിയന്ത്രണം